ഹലോ ഗൈസ്, ഇന്ന് രാവിലെ പുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, പക്ഷേ അതുണ്ടാക്കാൻ പറ്റിയില്ല. പൂരിയും കടലക്കറിയാക്കി. എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ മൊത്തത്തിലൊരു മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഇപ്പോൾ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് പോണത് ചാലക്കുടിയത്തെ കലാഭവമണി പാർക്കിലേക്ക് പോണത്. ചാലക്കുടിക്കാരായിട്ടും നമ്മളിപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം നല്ലൊരു നൈസ് സ്ഥലമാണ്. കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാം, ഒന്ന് റിലാക്സ് ആവാം. നല്ല വലിയൊരു പാർക്കൊന്നുമല്ല, പക്ഷെ അടിപൊളിയാണ്. അപ്പോൾ ഒരുത്തി അവിടെ ഊഞ്ഞാലൊക്കെ ആടിയിരിക്കുക. അത് കഴിഞ്ഞ് അടുത്തത് ഇതിൽ കയറി. ഫസ്റ്റ് ആൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഒരു വലിയ ഉഷാറുണ്ടായിരുന്നില്ല. പിന്നെ കൂട്ടുകാരൊക്കെ കിട്ടി, അപ്പോൾ അടിപൊളിയായിട്ട് കറങ്ങിയിട്ടോ. അത് കഴിഞ്ഞ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ സംഭവമാണ്. ഇതിൽ കയറ്റി വിടാനായിരുന്നു കുറച്ച് പാട്. പക്ഷെ ആൾക്കാണെങ്കിലോ ഇതിൽ മാത്രം കയറിയാൽ മതിയായിരുന്നു. ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. എന്നാലും സാരില്ല, അവളെ ഹാപ്പി ചെയ്യേണ്ടാൽ മതി. അങ്ങനെ ഇതിൽ നിന്നൊന്ന് ഞങ്ങൾക്ക് വിശ്രമം കിട്ടാൻ വേണ്ടി കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടക്കാൻ പോയപ്പോഴാ അവിടെ ഒരു മരത്തുമ്മേ വലിയൊരു തേനീച്ച കൂട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോന്ന് വീണ്ടും ഇന്നെൻ്റെ പണി തുടങ്ങി. വയ്യാണ്ടായിട്ടാ. അപ്പോൾ വൈകുന്നേരം ഇപ്പം നമ്മൾ തിരിച്ചു പോന്നു. തിരിച്ചു പോകാൻ നിന്നപ്പോഴാണ് ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ ആനയുടെ സ്റ്റാച്ചു കണ്ടിരുന്നു. ഇവളാണെങ്കിലും ആനയുടെ ഭയങ്കര പ്രേമിയാണ്. പക്ഷെ അങ്ങോട്ടേക്ക് അടുക്കുന്നുണ്ടായിരുന്നില്ല. ആൾ ബാക്കോട്ട് മാറി നിൽക്കുകയാണ് പേടിച്ചിട്ട്. അപ്പം പിന്നെ ഐസ്ക്രീമൊക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോന്നു. നമ്മൾ വഴിയിൽ നിന്ന് കഴിച്ചില്ല കേട്ടോ, നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വീട്ടിലെത്തിയത് ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു. ചോറും പിന്നെ കടലക്കറിയും സാലഡും ഉണ്ടായിരുന്നു. പിന്നെ മാങ്ങയും ചക്കക്കുരും കറി. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.